തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ടി. ഭൂമിപൂജയ്ക്ക് ശേഷമാണ് കാൽനാട്ട് കർമ്മം നടന്നത്. 100 അടി ഉയരമുള്ള പന്തലാണ് ഇത്തവണ ഉയരുക. തൃശൂർ പൂരത്തിന്റെ ആദ്യ ചടങ്ങാണ് പൂരപ്പന്തലുകളുടെ കാൽനാട്ട് കർമ്മം. മണികണ്ഠനാലിൽ ആദ്യ പന്തലിനു കാൽനാട്ടി പാറമേക്കാവ് ദേവസ്വം. കാൽനാട്ടിന് മുന്നോടിയായി മേക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരി ഭൂമിപൂജ നടത്തി. കുഴിയിൽ നാണയങ്ങൾ അർപ്പിച്ചു. ദേശക്കാരും വിശിഷ്ടാതിഥികളും ചേർന്ന് പന്തലിന് കാൽനാട്ടി. നൂറടി ഉയരത്തിലാണ് ഇത്തവണ പാറമേക്കാവിന്റെ ഭീമൻ പന്തൽ ഉയരുക. ബഹുനില പന്തൽ ഒരുക്കുന്നത് എടപ്പാൾ നാദം സൗണ്ട് ഇലക്ട്രിക്കൽസ് ഉടമ സി ബൈജു ആണ്. പ്രതിസന്ധികളെല്ലാം ഒഴിഞ്ഞ് പൂരം കെങ്കേമമാകുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രനും പറഞ്ഞു. ആദ്യം ആനെഴുന്നള്ളിപ്പിന്റെ പ്രതിസന്ധിയായിരുന്നു, അത് മാറിക്കിട്ടി. പിന്നെ വെടിക്കെട്ടിന്റെ പ്രതിസന്ധിയാണ്, അത് ഇന്നലെ തീർന്നു. ഇന്ന് ദേശക്കാരെല്ലാവരും കൂടി പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠലാലിന്റെ പന്തലിന്റെ കാൽനാട്ടാണ് ചെയ്തത്. കാരേക്കാട് രാമൻ നമ്പൂരിയുടെ പൂജകൾക്ക് ശേഷം ദേശക്കാരെല്ലാവരും ചേർന്നിട്ട് ഈ കാൽനാട്ട് നടത്തി. ആതിഥേയ സ്ഥാനത്ത് നിന്ന് 2025 പൂരം ഗംഭീരമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് നന്നായി നടക്കുന്നുണ്ട്. നമ്മുടെ ദേവസ്വങ്ങളും കേരള സർക്കാരും ജില്ലാ ഭരണകൂടവും ഒത്തൊരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഈ പൂരം ഗംഭീരമാക്കി തീർക്കുന്നതിന് വേണ്ടി ഒരു പിഴവുമില്ലാത്ത വിധത്തിൽ ആസ്വാദകർക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള പൂരമാക്കി മാറ്റി തീർന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു വരുന്നുണ്ട്. നടുവിലാലിലും നായ്ക്കനാലിലുമാണ് തിരുവമ്പാടിയുടെ പൂരപ്പന്തലുകൾ ഉയരുക. ഇതിന്റെ കാൽനാട്ട് കർമ്മം ഈ മാസം 25-ന് നടക്കും. ദൃശ്യഭംഗിക്കപ്പുറം ആചാരപരമായ സവിശേഷതകൾ ഈ പന്തലുകൾക്കുണ്ട്. പൂരനഗരിയിലേക്ക് പ്രവേശിക്കും മുമ്പേ വിവിധ ദേവീദേവന്മാർ ഈ പന്തലുകളിലാണ് നിലയുറപ്പിക്കുക. ഈ പന്തൽ ഉയരുന്നതോടുകൂടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന പൂരപ്രേമികളുടെ മനസ്സിൽ പൂരാവേശം കൂടി ഉയർന്നിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് മനുവിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം.